ഹലോ, ഇപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് അച്ചായിയുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതാരെങ്കിലും എൻ്റെ യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദി ആരാണോ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. എവിടെയാണ് മാഡം? പറയൂ, പുതുപ്പെണ്ണ് പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അതെ, ഇല്ല. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മള് പാണമ്പേക്ക് എത്തി. പണ്ട് ഇവിടെ നമ്മള് പൂട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യാറ് ഉണ്ടാവലുണ്ട്, നെല്ലുണ്ടാവലുണ്ട്. ഇപ്പൊ എടുത്തിട്ട് കുറച്ചായി. ജിനോട്ടം ചെയ്തായിരുന്നു ഒരു വട്ടം. എന്നിട്ട് ഒരു വട്ടം ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടില്ല അമ്മ. അത് പാട്ടത്തിന് കൊടുക്ക. എന്നിട്ടോ ചോളെ പോയിട്ട് ഒരു ദിവസം ഞാൻ വരുമ്പോഴാണ് തവള കുട്ടികള് വലുതായി കണ്ടു. ബാറ്റ് വീശും മാറിക്കോ. പക്ഷെ കളി മുടങ്ങി. കളി സാങ്കേതിക തടസ്സങ്ങളാൽ നിർത്തിവെച്ചിരിക്കുന്നു. അച്ഛനും അമ്മയും അല്ല, അതിനപ്പൊ സെപ്പറേറ്റ് വേറെ വേറെ റൂമിലൊക്കെ. അതായിരിക്കും. അതെ, പെട്ടെന്ന് ഇറങ്ങാം. പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. അത്ര അടുത്താന്നൊരു ഫീലില്ല. പുളിയക്കോടൊക്കെ പോയ പതുക്കെ ഇറങ്ങിയാ മതി കേട്ടോ. പിടിച്ച് ഇറങ്ങിക്കോ. ഡെയിലിയില്ലേ, അത് ഇടക്കിടക്ക് കയറി ഇറങ്ങണല്ലോ. ഇത് പാപ്പനും അജിതാമയും അബി അഖിലും കടന്നിരുന്ന റൂമാണ്. യെസ്, അവര് ഇത്രയും കാലം ഇവിടെ തന്നെ. ഞാൻ ഇവിടെ ഒരു ദിവസം കിടക്കുമ്പോഴാ പൊന്നു രാത്രി പുറത്തുനിന്ന് ചിലങ്കട ശബ്ദം കേട്ടെ. ആ, പാപ്പന്റെ പഴയ ഫോട്ടോ വെക്കാൻ മുരളി പാപ്പന്റെ. അതാ അഖിലിന്റെ കട്ടില്ലേ. അത് ഈ മാരാക്കാർക്കൊക്കെ അങ്ങനെ ലുക്ക്. ഇതാരായിരുന്നു? അച്ചാച്ചന്റെ അമ്മ, അച്ചമ്മ കണ്ടോ? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അടുക്കള. നെക്സ്റ്റ് ഈസ് അടുക്കള. ഇതിൽ അച്ഛന്റെ ഓഫീസ് റൂമായെന്ന് പറഞ്ഞില്ലേ. ആ, അടുക്കള 3-4 സെക്ഷൻ. അതാ ഈ ചേച്ചിയൊക്കെ വളർന്ന സ്ഥലമാട്ടോ അതൊക്കെ. ഫോട്ടോ ഉണ്ട് പണ്ട് ഒന്നൂടാതൊക്കെ പഠിക്കല് നിന്നിട്ടുള്ള ഫോട്ടോ. ഇന്റെ ഒന്നൂടാതുള്ളതൊന്നുമില്ല. ജിനു പഠിക്കോള് പോയി. അങ്ങോട്ട് വരാ അധ്യയനം വരിക. പാടമല്ല, അതിന്റെ മുന്നത്തെ വഴിയല്ലേ നമ്മള് യൂസ് ചെയ്യാ. ഇപ്പൊ അബിര് ക്രിക്കറ്റ് കളിക്കണില്ലേ, അതല്ലാതെ നടുവ് കൂടെ ഒരു വഴിയുണ്ട് ക്രിക്കറ്റ് കളി. ആ വഴി കൂടെ ശരിക്കും ഇങ്ങോട്ട് വരിക. ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്നുണ്ടോ പൊന്നു? പുളിയക്കോട് പോയ ഫീൽ ഉണ്ടല്ലേ. അമ്മയും അച്ഛനും വരുമ്പോ നമുക്ക് ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ 2-3 പശുവൊക്കെ ഉണ്ടായിരുന്നുടാ. ഞാൻ കുളിപ്പിച്ചു നിന്നിട്ട്
മൂരിക്കുട്ടിയെ വലുതാവുമ്പോ ഇവര് വിൽക്കുമായിരുന്നു ദുഷ്ടന്മാര്. മൂരിയല്ലേ അപ്പൊ വിൽക്കണം എന്ന് പറയും. ഇതുണ്ടോ നല്ല നൈസ് വെള്ളം ഇതില്. മീൻ ചെറിയ മീനോട് ഞാൻ പണ്ടിട്ടതൊക്കെ ഉണ്ട്. നോക്കിയാ കാണുമായിരിക്കും. കാണണ്ട ഒന്നുമില്ലല്ലേ. കൊറേ മീനിട്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. പഴയ തറവാടും വീടും എല്ലാം കണ്ടു നടക്കാനും പിന്നെ ഇവരൊക്കെ എനിക്ക് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഞാൻ ഫസ്റ്റ് ഡേ ആയതേ ഉള്ളൂ. പക്ഷേ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് കംഫർട്ട് സോണിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു കേട്ടോ ചെയ്തിരുന്നത് ഓരോ കാര്യങ്ങളും. അതെനിക്ക് ഭയങ്കര സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പഴയ വീടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു അവരുടെ പാടവും എല്ലാം കാണാനും പിന്നെ അവിടുത്തെ ഓരോ വിശേഷങ്ങൾ അറിയാനും പിന്നെ ജനിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഒരുപാട് നേരം ഞങ്ങളവിടെ നിന്ന് എല്ലാവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. വരൂ. ആ വീട്ടിൽ പോവാ. ആ വീട് പൊട്ടിച്ചിരിക്കും. നടക്കൂ. ആ കൊണ്ടോ വരുണ്ടോ? പോവാ പോവാ പോവാ. ആദ്യേ എന്നാ പോലെ ആന വേണ്ട ഓനെ കൊണ്ടുപോവാ. അല്ലേ ഞങ്ങളാ മോളെ ഫ്രണ്ട് വരുന്നുണ്ട് ഒരു കുട്ടിയെ, അപ്പൊ അതിന് പോവാ. മണിക്കൂട്ടൊരു ബോൾ ചെയ്താ കിട്ടി. ടാറ്റ തരൂ. ബൈ. ഇന്നൊന്നുമില്ല കേട്ടോ, ഇന്നലെ വന്നിരുന്ന പായസം തരാം. അങ്ങനെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഹസ്ബൻഡുമാണ്. അവൾക്ക് മാരേജിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ലീവിൻ്റെ കുറച്ച് ഇഷ്യൂ കാരണം. അപ്പോൾ അവർ രണ്ടുപേരും മാരേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്നായിരുന്നു. ഒരുപാട് സന്തോഷമായി ഉണ്ടായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും വന്നപ്പോൾ. കാരണം അവർ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അത്രയും എഫേർട്ട് എടുത്ത് നമ്മളെ കാണാൻ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം റൂമിലിരുന്ന് സംസാരിച്ച് പഴയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. പിന്നെ ആഹാ എല്ലാരും ഡിഫറെന്റ് ഫോട്ടോസാ തന്നെ. സമാധാനായി. അതാരും തന്നിട്ടില്ല. ഡിഗ്രി ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർക്കാണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവരും ഞങ്ങളും ഒരുമിച്ചിരുന്ന് കുറേ വർത്താനം പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ അവർ തിരിച്ചു പോയത് കേട്ടോ. അവർക്ക് തിരിച്ചെത്തേണ്ടതുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കാനും പറ്റിയില്ല. പക്ഷേ നല്ലൊരു ടൈമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച്. ഒരു എൻഗേജ്മെൻറ്റിനും വന്നിരുന്നു, പക്ഷേ മാരേജിന് എന്തോ പറ്റിയില്ല. അപ്പം പിന്നെ റിസപ്ഷന് നാളെ നടക്കണം. അപ്പോൾ റിസപ്ഷന് അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ആ ഗ്യാപ്പിന് അവർ വന്നതാണ്. അങ്ങനെ പിന്നെ അവർ തിരിച്ചുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം റിസപ്ഷൻ ആയതുകൊണ്ട് റിസപ്ഷൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളും തീർത്തു. ഇപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഹോട്ടലിൽ കയറി ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. പിന്നെ അച്ചായിയുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു, റിസപ്ഷന് വേറൊരു ലുക്ക് ആയതുകൊണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ചെന്നു. ആ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഈ വ്ളോഗിൽ. നമ്മുടെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.